ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്നത് സാംസങ്ങിൻ്റെ ഒരു ഫീച്ചർ ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓണാവാത്ത കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ മൾട്ടിമീറ്റർ യൂസ് ചെയ്ത് ചെക്ക് ചെയ്ത സമയത്ത് ഇതിൻ്റെ ബോർഡിന് ലീക്കേജ് പോലെ കാണിക്കുന്നുണ്ട്, ഒരു ഷോർട്ട് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫോണിൻ്റെ ഡീറ്റെയിൽ വ്യൂ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മദർ ബോർഡിൽ വോൾട്ടേജ് കൊടുത്ത് ചില കമ്പോണൻസ്, അതായത് ഷോർട്ടായിരിക്കുന്ന കമ്പോണൻസിന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നതാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ഫോൺ അഴിക്കുക. ഫോണ് മുഴുവനായിട്ട് അഴിച്ചെടുത്ത ശേഷം ഫോണിൻ്റെ മെയിനായിട്ടുള്ള ഷീൽഡ് കാര്യങ്ങൾ റിമൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതാണ് നെറ്റ്വർക്ക് പ്രൊട്ടക്ഷനിൽ വരുന്ന PA. റോസിൻ ഫ്ലക്സും സോൾഡറിങ് അയനും ഉപയോഗിച്ച് നല്ല രീതിയിൽ പുകയിടുക. നമ്മൾ ഹീറ്റാവുന്ന ഭാഗം നെറ്റ്വർക്ക് പ്രൊട്ടക്ഷനിലെ ഏതോ ഒരു ഭാഗത്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നല്ല രീതിയിൽ തന്നെ പുകയിട്ടതിന് ശേഷം നമ്മളെ ബാറ്ററി കണക്ടറിലേക്ക് ഒരു ഏകദേശം ഒരു 3.7 വോൾട്ടേജ് ഡയറക്റ്റായി നൽകുകയാണെന്നുണ്ടെങ്കിൽ ആ ഹീറ്റാവുന്ന ഭാഗം കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു കമ്പോണൻസ് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം പകരം പുതിയൊരു കമ്പോണൻസ് റീപ്ലേസ് ചെയ്ത് ഫോൺ നല്ല കണ്ടീഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സാധാരണ രീതിയിൽ ഇതുപോലെ ബോർഡ് ഷോർട്ടായി കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പിന് ഇഷ്യൂ, ഫോൺ ചാർജ് ചെയ്യുന്ന ഓവർ ഹീറ്റ് ആവുക, അങ്ങനെ പല പല കംപ്ലയിൻറ്റ്സ്, ബാറ്ററി ബൾജായി പോവുക, അങ്ങനെ പല പല കംപ്ലയിൻറ്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു കമ്പോണൻസിൻ്റെ മാത്രം പ്രശ്നമായിരുന്നു. ബോർഡിലെ ബാക്കിയുള്ള സെക്ഷനിലോ കാര്യങ്ങളോ ഷോർട്ടോ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമുക്ക് ബാറ്ററി ഇട്ടൊന്ന് ഓണാക്കി നോക്കാം. ബാറ്ററി ഇട്ട് ഓണാക്കിയ സമയത്ത് കറക്റ്റായിട്ട് ഫോൺ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി സിം ഇട്ടിട്ട് ഒന്ന് കോഡ് ചെയ്ത് നോക്കാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആൾറെഡി നെറ്റ്വർക്ക് പ്രൊട്ടക്ഷനിലെ കമ്പോണൻസാണ് ഡാമേജ് വന്നത്, അതുകൊണ്ടാണ് സിം ഇട്ട് കോൾ ചെയ്യാൻ പറയണത്. തൽക്കാലം കോൾ ചെയ്ത സമയത്ത് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ.